ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ ബീഫ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് മേടിച്ചപ്പോൾ ഞാനും കൂടെ കുക്ക് ചെയ്യാൻ കയറി. കുറച്ച് ഇഞ്ചി എടുത്ത് ചതച്ച്, കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് ചതയ്ക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബീഫ് കറിയും ബീഫ് റോസ്റ്റും, പിന്നെ നമ്മുടെ നെയ്ച്ചോറല്ലല്ലോ, ഫ്രൈഡ് റൈസ്. അതിൽ ഫ്രൈഡ് റൈസും കറിയും ഞാനല്ല ഉണ്ടാക്കുന്നത്, അത് അമ്മയും മുത്തുമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചതച്ച് കഴിഞ്ഞിട്ടാണ് കഴുകുന്നത്. കാര്യം അതിൻ്റെ അകത്ത് അഴുക്കുണ്ടെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിച്ച് എന്നിട്ട് നന്നായിട്ട് ചതയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കണമെന്ന് എനിക്കൊരു ഒരു സ്ട്രിക്റ്റാണ് ഞാനങ്ങനെ. എന്നിട്ട് ഇതുപോലെ ചതച്ചെടുത്ത് ഞാൻ പച്ചമുളക് എടുക്കുന്നില്ല. ഞാൻ നോറിൻ്റെ ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുക്കുന്നത് പച്ചമുളകിന് പകരം. കാര്യം എനിക്ക് അത്ര എരിയൊന്നും കഴിച്ചോളൂ, എനിക്ക് വയറുവേദനിക്കും. അതുകൊണ്ടാണ് അരി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തലയും കുത്തി നിന്നാണ് വയറുവേദനിക്കുന്നത്. അപ്പോൾ ബീഫ് റോസ്റ്റിനും ഫ്രൈക്കും കറിക്കും ഒക്കെ ഉള്ള മസാല പുരട്ടി വെക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്ര ഇട്ട്, പിന്നെ ബീഫ് മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കണം. എന്നിട്ട് ഇത് വറക്കാനുള്ളതാണ്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഗ്രീൻ ചില്ലി സോസും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ബീഫ് മസാല ഇത്രയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തൊരു പാൻ വെക്കുന്നുണ്ട് ഇച്ചിരി ദോശ ഉണ്ടാക്കാൻ. എന്നിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി കഴുകി വെക്കുന്നുണ്ട്. ഞാനാണ് കഴുകുന്നത്. നന്നായിട്ട് കഴുകുന്നുണ്ട്. ഇല്ല കഴുക്കൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് കഴുകുന്നുണ്ട്. എന്നിട്ട് അടുപ്പ് കത്തിച്ചെന്നാൽ അതിൻ്റെ അകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇത് സൺഫ്ലവർ ഓയിൽ എനിക്കിഷ്ടം, കോക്കനട്ട് ഓയിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നിട്ട് ഫ്രൈക്കുള്ളത് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്ത് ദോശയാവുന്നുണ്ട്. നേരത്തെ വിശന്നിരിക്കുന്നതുകൊണ്ടാണ് ദോശ. അത് കഴിഞ്ഞിട്ട് ബീഫ് റോസ്റ്റിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, തക്കാളി, മല്ലിയില, കറിവേപ്പില, ഉപ്പും ഇച്ചിരി ഇതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, നോറിൻ്റെ ഗ്രീൻ ചില്ലി സോസും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. എൻ്റെ വക ക്യാരറ്റും മല്ലിയിലയും ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ച് വെച്ച ഈ ബീഫ് ഇട്ട് നന്നായിട്ട് ഇളക്കി 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയേ. വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ തന്നെ ബീഫിൽ നിന്ന് തന്നെ